ഹായ് ഡിയർ ഫ്രണ്ട്സ്, നവാസ് ഡയറീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് കുറച്ച് ദിവസമായിട്ട് ഈ ബാക്കിൽ കാണുന്ന ഫോട്ടോയിലുള്ള ആളെ പറ്റിയിട്ട് ഭയങ്കര പൊക്കി പറയുന്നുണ്ടായിരുന്നു. കാരണം മൂപ്പരെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് കുറേ ആൾക്കാരെ. മൂപ്പര് കാരണം കുറേ ആൾക്കാർ ഇപ്രാവശ്യം വോട്ട് നല്ല രീതിയിൽ വിനിയോഗിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റ്സ് ഞാൻ അംഗീകരിക്കുന്നു. മൂപ്പര് കാരണം ഒരുപാട് ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ മൂപ്പര് മെയിൻ ഒരു കാരണമല്ല ഇപ്രാവശ്യത്തെ ഇലക്ഷൻ റിസൾട്ടിന്. എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു ജനങ്ങളുടെ അറിവിൽ നിന്നും വന്ന ഒരു മാറ്റാണ്. അവർ മനസ്സിലാക്കിയിട്ട് ചെയ്ത ഒരു മാറ്റാണ്. കാരണം നോർത്തിൽ ഇത്രയും നല്ലൊരു ഡെവലപ്മെൻറ്റ്, അതായത് ഒരു മാറ്റം കാണണമെങ്കിൽ അത് ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്തത് മാത്രമാണ്. അല്ലാതെ വെറും ഒരു ഇൻഫ്ലുവൻസറെ കൊണ്ട് വന്നുപെട്ട ഒരു സംഭവമല്ല ഇത്. ജനങ്ങൾ അനുഭവിച്ച വേദനകളും യാതനകളും വോട്ടിലൂടെ തിരിച്ച് നൽകിയ ഒരു പ്രവണത. ഈ ഒരു 10 കൊല്ലത്തോളമായി ഭരിക്കുന്ന ഒരു പാർട്ടിക്ക് അവരുടെ ഭരണരീതികളും മറ്റും ശരിയല്ല എന്ന് കാണിക്കുന്ന രീതിയിൽ അവരുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വരെ കാലിടറുന്ന ഒരു കാഴ്ച, അത് അവിടെ അവരെടുത്ത നിലപാടുകൾക്കുള്ള ഒരു പരാജയമായിട്ടാണ് ഈ ഒരു ഇലക്ഷൻ്റെ റിസൾട്ട് മനസ്സിലാക്കുന്നത്. എന്തു തന്നെയായാലും ഈ ഒരു ഇലക്ഷനോടുകൂടി എനിക്ക് ഇന്ത്യ രാജ്യത്തിനോടും ഇന്ത്യയിലുള്ള ജനങ്ങളോടും വല്ലാത്തൊരു ബഹുമാനം അധികരിച്ചിട്ടുണ്ട്. കാരണം മനസ്സിലാക്കാൻ തുടങ്ങി എന്നുള്ള സത്യാവസ്ഥ ഈ ഒരു ഇലക്ഷനിൽ നമ്മൾ കണ്ട് പല മാറ്റങ്ങളും കണ്ട ഒരു ഇലക്ഷനായിരുന്നു ഈ പ്രാവശ്യത്തെ ഇലക്ഷൻ റിസൾട്ടും ഇലക്ഷനും ഒക്കെ. എന്തു തന്നെയാലും നല്ലൊരു ഇന്ത്യക്ക് വേണ്ടിയിട്ട് എല്ലാവരുടെയും മനസ്സ് വെമ്പൽ കൊള്ളുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഇന്ത്യക്ക് വേണ്ടിയും നല്ലൊരു ഭാരതത്തിൻ്റെ മികവുറ്റ പ്രകടനങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ ഇന്ത്യ ഇന്നു മുതൽ സാക്ഷിയാവട്ടെ എന്ന ഒരു പ്രാർത്ഥനയോടുകൂടി ഞാൻ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നവാസ് ഡയറീസ് സൈനിങ് ഓഫ്. ബൈ ബൈ.